ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സീരീസിലുള്ള 17ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒരു കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ ബാക്ക് കവർ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു സ്ക്വയർ പീസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു 2-3 ട്രയാങ്കിളുടെ പീസസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു 2-3 എണ്ണം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നോട്ട്ബുക്കിൻ്റെ ഒരു പുറത്തുള്ള ഒരു ചട്ടയോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ഒരു 3 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പിസ്തയുടെ ഷെല്ലാണ്. അപ്പോൾ പിസ്തയുടെ ഷെല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മളത് ഓരോന്നായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യണം. ഫെവിബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫെവിക്കോളിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ആ ഒരു ട്രയാങ്കിളുടെ ഒരു താഴെ ഭാഗത്തൊന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ആ ഒരു പിസ്തയുടെ ഷെല്ലിങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തിരിച്ചിട്ട് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു റോ മുഴുവനായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ഒരു മേലെ വരുന്ന രീതിയിലൊന്ന് നമ്മൾ അടുത്ത റോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോർഡ് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടിപ്പിലെത്തുന്ന സമയത്ത് നമ്മളൊരു ചെറുത് നോക്കി ഒട്ടിക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. ആ ഒരു 2 എണ്ണത്തിൻ്റെയും കൂടെ ഒരു ഇടക്ക് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു പീസിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സിൻ്റെ സീഡ്സ് ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡിൻ്റെ ഒരു ലൈന് പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം അത് തിരിച്ച് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ആ ഒരു മാറ്റം വരുത്തി എടുത്താൽ മതി. അപ്പം നമ്മൾ ഒരു റോ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത റോ ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു മേലെ ഇങ്ങനെ പൊങ്ങി വെക്കുന്ന രീതിയിലായിരിക്കണം അടുത്ത റോ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഡേറ്റ്സിൻ്റെ സൈഡിൽ നീളം കൂടിയത് നീളം കുറഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ലൈനിൽ ഒട്ടിക്കുന്ന സമയത്ത് ഒരുപോലുള്ളത് തന്നെ ആക്കി ഒട്ടിക്കാൻ നോക്കുക. അപ്പം നല്ലൊരു യൂണിഫോമിറ്റി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കുവിൻ്റെ സീഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ചിക്കുവിൻ്റെ സൈഡ് നമ്മൾ ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് മേലോട്ടാകുന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റോ ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ആ ഒരു സീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് ആ ഒരു ക്രിസ്മസ് ഓർണമെൻ്റ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നാച്ചുറൽ കളറായാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ഞാനൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ആ ഒരു ചിക്കുവിൻ്റെ സീഡിന് ഞാൻ ഗ്രീൻ കളറ് എനാമൽ പെയിൻ്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്രിലിക് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു പെയിൻറ്റിൻ്റെ കളർ അത്ര ഒരു മാച്ചിങ് അല്ല, കാരണം കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അത് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഒരു പിസ്തയുടെ ഷെല്ലിന് ഞാൻ റെഡ് കളർ ഇനാമൽ പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ ഡേറ്റ്സിൻ്റെ സീഡിൻ്റെത് ഞാൻ ആക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. അതൊരു മെറ്റാലിക് ഗോൾഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 എണ്ണം പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെയിൻറ്റൊക്കെ അടിച്ച് നല്ല റെഡി ആയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി പ്ലെയിൻ ആയിട്ടിരുന്നപ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊരു ഗ്ലിറ്റർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഗ്ലിറ്ററൊക്കെ ആയ സമയത്ത് ആ ഒരു ഗ്ലിറ്റർ അവിടെ അങ്ങനെ ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഫെവിക്കോളും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇളകി പോവുകയില്ല. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ഗ്ലിറ്റർ ഷീറ്റിൽ കുറച്ച് കുഞ്ഞു സ്റ്റാർസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിത് ഓരോന്നിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റാർസും കൂടെ വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ക്രിസ്മസ് ട്രീയുടെ അതേപോലെ തന്നെ ഉണ്ട് കാണാനും. ആ ഒരു ഷേപ്പും അതുപോലെ ആ ഒരു ടിപ്പിൽ സ്റ്റാർസൊക്കെ വന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്കത് കുറച്ചും കൂടി ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ആ ഡേറ്റ്സിൻ്റെ മേലെ കാണുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ആ ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർണമെൻറ്റിൻ്റെ മേലെ തന്നെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും അല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ക്രിസ്മസ് ട്രീയുടെ പുറത്തൊക്കെ ഇങ്ങനെ സ്റ്റാർസും ഈ ഓർണമെൻറ്റ്സൊക്കെ ഹാങ് ചെയ്തിടുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു പിസ്തയുടെ ഷെല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർണമെൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മളിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡോട് നമ്മൾ ഗോൾഡൻ കളറാണല്ലോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു റെഡ് കളർ കൊടുത്ത സമയത്ത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു നമ്മൾ പിസ്തയുടെ ഷെല്ലിൻ്റെ ആ ഒരു റെഡ് കളറല്ലേ, അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ യെല്ലോ കളർ, റെഡ് കളർ എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഞാൻ മെറ്റാലിക് ഗ്രീൻ അതുപോലെ യെല്ലോ കളറൊക്കെ അടിച്ച് നോക്കി, എന്നിട്ട് അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. പിന്നെ ഞാനതൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതാണ് ഭംഗിയും തോന്നുക. പക്ഷേ ഈ ഒരു ഡേറ്റ്സിൻ്റെ സീഡ് നല്ല ഭംഗിയുണ്ട്, ആ ഒരു ഗോൾഡൻ കളറിൻ്റെ കൂടെ ഒരു റെഡ് കളറൊക്കെ വന്ന സമയത്ത്. ഇപ്പം നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു ട്രയാങ്കിളുടെ മേലുള്ള ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു സ്റ്റാർസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഭാഗത്തൊന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 3 എണ്ണത്തിലും സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ഗോൾഡൻ കളറും റെഡും അതുപോലെ ആ ഒരു ഗ്രീനിൻ്റെ കൂടെയും ആ ഒരു ഗോൾഡൊക്കെ വന്ന സമയത്ത് നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ആ റെഡ് കളർ ആണെങ്കിൽ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഗ്ലിറ്ററൊക്കെ വന്നിട്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ സാധാരണ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും അതുപോലെ സ്റ്റാർ ഷേപ്പിലുള്ളതൊക്കെയാണല്ലോ നമ്മൾ ഹാങ് ചെയ്തിടാറ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു ടൈപ്പിലൊന്ന് ചെയ്തെടുക്കാം, അതും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് സീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഹാങ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പുറകിൽ നമ്മൾ പ്രത്യേകിച്ച് പെയിൻറ്റ് അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീഡ്സിന് തന്നെ അടിച്ചിട്ടുള്ള ഒരു ഗോൾഡൻ കളറും ഗ്രീൻ കളറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാക്ക് സൈഡിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കും. അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നല്ല രസം ഉണ്ടാവും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിസ്തയുടെ ഷെല്ലിൻ്റെതാണെങ്കിൽ പിസ്തയുടെ ഷെല്ലിൻ്റെ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീയുടെ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളെ കയ്യിൽ ആ ഒരു മെറ്റീരിയൽ സീഡ് വെച്ചിട്ട് ഇതിന്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റിൻ റിബൺ കൊണ്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമന്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. Till then, take care. Bye bye.